Life is a challenging game. Are you ready to play that game? Then please welcome to the great treasure of knowledge, Brilliant PSC Kootam. തുടർച്ചയായി പല PSC പരീക്ഷകളും എഴുതിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിരന്തരമായി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് PSC പരീക്ഷയിൽ ജയിക്കാൻ സാധിക്കാത്തത്? ആ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ചരിത്രത്താളുകളിൽ തന്റേതായ ഇടം കണ്ടെത്തി കയ്യൊപ്പ് ചാർത്തിയ ലൂയി ഹാമിൽട്ടന്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രതിഭാശാലികളെ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യം, അവരാരും തന്നെ ഹാർഡ് വർക്കേഴ്സ് അല്ല. യെസ് മൈ ഡിയർ ഫ്രണ്ട്, ദേ ആർ നോട്ട് എ ഹാർഡ് വർക്കേഴ്സ്, ദേ ആർ സ്മാർട്ട് വർക്കേഴ്സ്. അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരാരും തന്നെ ശാരീരിക ശക്തി കൊണ്ട് മാത്രം വിജയങ്ങൾ വെട്ടിപ്പിടിച്ചവരല്ല, മറിച്ച് തലച്ചോറിനെ ആയുധമാക്കി വിജയം വെട്ടിപ്പിടിച്ചവരാണ്. അതുകൊണ്ടാണ് ദേ ആർ സ്മാർട്ട് പീപ്പിൾ, ദേ ആർ സ്മാർട്ട് വർക്കേഴ്സ്. PSC പരീക്ഷകൾ എഴുതുന്ന അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതുന്ന സുഹൃത്തുക്കൾക്കും ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വർഷങ്ങളായി PSC പരീക്ഷകൾക്ക് വേണ്ടി പരിശീലനം നടത്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് വിജയം കണ്ടെത്താതിരിക്കുകയും എന്നാൽ 2-3 മാസങ്ങൾ കൊണ്ട് മാത്രം പരിശ്രമിച്ച് വിജയം കണ്ടെത്തിയ നിരവധി ആളുകളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളിൽ പലരും പറയും, ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. പക്ഷെ അയാൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് അയാൾ ജോലി വാങ്ങി. അയാളുടെ ഒരു ലക്ക്. അവർ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലക്ക്, LUCK. എന്താണത്? ലക്ക് മീൻസ് ലേബർ അണ്ടർ കറക്റ്റ് നോളജ്. കൃത്യമായ അറിവിന്റെ സാന്നിധ്യം കൊണ്ട്, കൃത്യമായ തിരിച്ചറിവ് കൊണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിയവർ, അവരാണ് ഭാഗ്യവാന്മാർ. ഇവിടെ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളോ ഗൈഡുകളോ വാങ്ങി പഠിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്, നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലൂടെ പഠിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വിജയം നേടാനാവും. പക്ഷെ വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ്. എന്ന് മാത്രമല്ല, കുറച്ച് സമയം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ക്ഷീണിതരാവും. കാരണം നമ്മുടെ കണ്ണുകൾ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ചിന്ത ഒരേ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഒരേപോലെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തുന്ന ലെവല് പോലും കുറയും. അപ്പൊ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ടാണ് കുറച്ചു നേരം നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നതും പഠനത്തിൽ താല്പര്യം കുറയാനുമുള്ള ഒരു കാര്യം. മാനസികമായി മാത്രമല്ല, ശാരീരികമായും നമുക്ക് ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ, നടുവിന് വേദനയുണ്ടാകും, കഴുത്തിന് വേദനയുണ്ടാകും. ഇതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് പഠനത്തിലോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കും, ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുക? തീർച്ചയായും ഉണ്ട്. മറ്റൊരു വഴി നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അതാണ് ഓഡിറ്ററി എന്ന സിസ്റ്റം. അതായത് നമുക്ക് ശബ്ദത്തിലൂടെ, ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റും. ശബ്ദത്തിന്റെ സാധ്യതകൾ പലപ്പോഴും നാം വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായി നമുക്ക് വിജയം കൊയ്തെടുക്കുവാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഓഡിയോ ക്ലിപ്പുകളായി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഓരോരോ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത് ഓൺ ചെയ്തിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ നമ്മൾ അല്പസമയം ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിലും മുഴുകിയേക്കാം. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകൾ റിപ്പീറ്റ് ആക്കിയിടുക. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആദ്യം ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഫില്ല് ചെയ്യപ്പെടുകയും ക്രമേണ ഓരോ കാര്യങ്ങളും പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും ചെയ്യും. ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു രീതിയാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. നമ്മൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ TV ചാനലുകളിൽ കാണാറുണ്ട്. ഇന്ന് വരെ ആരും ഞാൻ കുറച്ച് പരസ്യം കാണാതെ പഠിക്കാന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, അല്ലേ? ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു 10 പരസ്യം കാണാതെ പഠിച്ചേക്കാം എന്ന് ഒരാളും പറയില്ല. പക്ഷെ പല പരസ്യങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന്റെ ബാക്കി ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും ഒരുപക്ഷെ നമ്മളത് പറയുകയും ചെയ്യും. അതിനുള്ള കാരണം എന്താണ്? നിരന്തരമായി നാം പോലും അറിയാതെ മറ്റു പ്രോഗ്രാമുകൾക്കിടയിൽ ഈ പരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു വരുന്ന ഏത് കാര്യവും സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്യും. അത് നാം പഠിക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറിയിരിക്കും. അത് മനഃശാസ്ത്രപരമായ ഒരു രീതിയാണ്.
ഈ രീതിയെ ആണ് ഇവിടെ ശാസ്ത്രീയമായി നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതേപോലെ നിങ്ങൾ കിടക്കുന്ന സമയത്തൊക്കെ ഈ ഓഡിയോ ക്ലിപ്സുകൾ കേട്ടുകൊണ്ടേ കിടക്കുക. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് ഗാഠമായ ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ, ഈ അവസ്ഥയെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നാം എന്ത് സജഷൻസ് കൊടുക്കുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു, നമ്മുടെ മൈൻഡിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നാം പഠിക്കുന്ന ഓരോ വസ്തുതകളും വളരെ വേഗതയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. പ്രത്യേകം ഓർക്കുക, നാം പഠിക്കേണ്ട രീതി ശ്രദ്ധിക്കുക. ഒരു ഓഡിയോ ക്ലിപ്സ് ഒരു തവണ കേട്ടതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഒരേ കാര്യം തന്നെ നിരവധി തവണ ആവർത്തിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ അവിടെ വെച്ച് നിർത്താം. പക്ഷേ ശ്രദ്ധിക്കുക, 3 ദിവസം കഴിഞ്ഞ് കേട്ട ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതേ ക്ലാസ് ഒരാഴ്ച കഴിഞ്ഞ് 7 days കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതേ ക്ലാസ് 1 മാസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇങ്ങനെ കേട്ടുകഴിഞ്ഞാൽ സെൻസറി മെമ്മറിയിൽ നിന്നും ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നും നിങ്ങളുടെ ഓർമ്മകൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നതാണ്. ലോങ് ടൈം മെമ്മറിയിലേക്ക് ഒരു ഓർമ്മയെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് ഒരിക്കലും മാച്ചു കളയാൻ കഴിയില്ല. വളരെ ദീർഘമായ കാലത്തേക്ക് അഥവാ നിലനിൽക്കുകയും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, എത്രമാത്രം നിങ്ങൾ പഠിച്ചു എന്നല്ല, മറിച്ച് നിങ്ങൾ എന്ത് പഠിച്ചു എന്നും ഒപ്പം എത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്നതും മാത്രമാണ് പരീക്ഷയിലെ മാനദണ്ഡം. അതേപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പല ആളുകളും പഠിക്കാനിരിക്കുക എന്നതൊരു പ്രത്യേക പ്രോസസ്സായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ജീവിതത്തിന് ഭാഗമായിട്ടുള്ള ഒരു രീതി മാത്രമായിട്ട്. ഒരുപക്ഷെ നിങ്ങൾ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതിന്റെ കൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇയർഫോൺ ഉപയോഗിച്ച് കേൾക്കുന്നു, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് ഉപയോഗിച്ച് കേൾക്കുന്നു. ചില സമയത്ത് ചില ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരാഴ്ചയിലധികം നിങ്ങളിത് പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് ഇത് മാറും. 21 days നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയാൽ 100% ഇത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. 21 ദിവസം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവ തീർച്ചയായും നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. തീർച്ചയായും നിങ്ങൾക്കതിലെ വ്യത്യാസം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പല വ്രതങ്ങളും 21 days ആവാനുള്ള യഥാർത്ഥ കാരണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം ഈ സിസ്റ്റം കൃത്യമായി ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് മുൻകാല പരീക്ഷകളിൽ ഞങ്ങൾ നൽകിയ ഓഡിയോ ക്ലാസുകൾ കേട്ടുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും LDC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുവാൻ സാധിച്ചത്. തീർച്ചയായും നിങ്ങളും പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ പലപ്പോഴും ഓഡിയോ ക്ലിപ്പുകൾ എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം ശേഖരിച്ച് കേട്ട് കണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ള പോയിന്റ്, പലരും പറയാറുണ്ട് പരീക്ഷയിൽ ഉയർന്ന വിജയങ്ങൾ നേടുവാൻ IQ, ഇന്റലിജന്റ് കോഷ്യന്റ് ആവശ്യമാണ്. ഉയർന്ന IQ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കുക എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് IQ-വിനേക്കാൾ പ്രധാനമാണ് ഒരു വിജയത്തിന് EQ. എന്താണ് EQ? ഇമോഷണൽ കോഷ്യന്റ്. ഇമോഷണൽ കോഷ്യന്റ് ആണ് നിങ്ങളുടെ വിജയത്തെ എങ്ങനെ വരുന്നു എന്നതിനെ തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം. ആ വിജയത്തെ നിലനിർത്തുന്നതും ഇമോഷണൽ കോഷ്യന്റ് ആണ്. ഇമോഷണൽ കോഷ്യന്റിൽ നിങ്ങൾ ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന വിജയങ്ങൾ അനായാസം നേടുവാൻ സാധിക്കും. വ്യക്തിബന്ധങ്ങൾ വളരെ ശക്തമായി കൊണ്ടു നടക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. അതാണ് ഇമോഷണൽ കോഷ്യന്റ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുപോലുള്ള എക്സാം ടിപ്സുകൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളും PSC പരീക്ഷാ സംബന്ധമായിട്ടുള്ള വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം വാട്സപ്പിലൂടെ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകളെ പറ്റി അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 7025008916. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നിരവധി ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ദിനം വിടവാങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അലക്സാണ്ടർ ഹാമിൽട്ടന്റെ വാക്കുകളാണ്. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ദ വിന്നേഴ്സ് ആർ നോട്ട് എ ഹാർഡ് വർക്കേഴ്സ്, ദേ ആർ സ്മാർട്ട് വർക്കേഴ്സ്.